ഗോകുൽ വി എസ് ഉണ്ട് പാലക്കാട്ട് ശേഖരിപുരത്ത് ശ്രീദീപിന്റെ വീട്ടിലാണ് ഗോകുൽ ഉള്ളത്. ഗോകുൽ, അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഗോകുലിനുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉൾപ്പെടെ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ വീട്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടോ? അച്ഛനും അമ്മയും വണ്ടാനത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് അവരെങ്ങനെയാണ് പോരുന്നത് ഇങ്ങോട്ടേക്ക്, വണ്ടാനത്തേക്ക് എങ്ങനെയാണ് പോരുന്നത്, അപ്പം മറ്റു വിവരങ്ങൾ? അതായത് അച്ഛനും അമ്മയല്ല മറ്റു ചില ബന്ധുക്കളാണ് വണ്ടാനത്തേക്ക് പോയിട്ടുള്ളത്. അവരങ്ങോട്ട് ഇന്നലെ രാത്രി ഏകദേശം ഒരു 1:30 തന്നെ അവിടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ശ്രീദീപിൻ്റെ വീട്ടിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ വളരെ വിഷമകരമായ സാഹചര്യം. വിവരമറിഞ്ഞൊക്കെ ആളുകൾ എത്തി തുടങ്ങുകയാണ്. നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി ഇത്തരത്തിൽ വളരെ വിഷമിക്കുന്ന ഒരു അപ്രതീക്ഷിതമായൊരു വാർത്ത. കാരണം ശ്രീദീപ് ഇവിടെ നിന്ന് പോയിട്ട് 53 ദിവസമേ ആകുന്നുള്ളൂ. ആ ദിവസത്തിനുള്ളിലാണ് ഇങ്ങനെ ഒരു രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ മരണമെത്തുന്നത്. വളരെ വിഷമകരമായ സാഹചര്യത്തിലേക്ക് ഈ നാടും വീടുമൊക്കെ വിട്ടുപോകുന്നതും നമുക്ക് കാണാൻ കഴിയും. കാരണം അത്ര മാത്രം വിഷമത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഓരോ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വലിയ വിഷമത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ ശ്രീദീപിന് വലിയ ഒരു അത്ലറ്റ് കൂടിയായിരുന്നു, ഒരു സംസ്ഥാന താരം കൂടിയായിരുന്നു. ഹഡിൽസിലൊക്കെ ശ്രീദീപിൻ്റെ സുഹൃത്താണോ? ഒരുമിച്ച് പഠിച്ചതാ? സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചത്. എപ്പോഴാണ് വിവരം അറിഞ്ഞത്? ഇന്നലെ രാത്രി ന്യൂസിൽ. ശ്രീദീപ് ഒരു വലിയ അത്ലറ്റ് കൂടിയായിരുന്നു അല്ലേ? സംസ്ഥാന താരമായിരുന്നു. അത്ലറ്റ്. ഭാരത് മാതയിലാണ് ഒരുമിച്ച് പഠിച്ചത്. ഭാരത് മാതയിൽ. ഇവരൊക്കെ ശ്രീദീപിന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ശ്രീദീപ് വണ്ടാനത്ത് മെഡിക്കൽ കോളേജിൽ പോയി നിലവാരം മാത്രമല്ല ക്ലാസ് ഒക്കെ തുടങ്ങിയതിനു ശേഷം കൂട്ടുകാരനെ വിളിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് അവൻ സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഗൂഗിൾ ആ കുട്ടീൻ്റെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന് സംസാരിക്കാൻ അല്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അല്പം സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ചോദിക്കാനും കഴിയില്ല. അത്രമാത്രം വിഷമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ പ്രദേശവാസികൾ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് നിങ്ങളൊക്കെ ആയിട്ട് നല്ല അടുപ്പം ഉണ്ടായിരുന്നു? നല്ല അടുപ്പമുള്ളതുണ്ടായിരുന്നു. അത്യാവശ്യം ഇവിടെയൊക്കെ വന്നിട്ട് നല്ല പരിചയമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ വരുമ്പോഴൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. ഇപ്പോൾ നന്നായി പഠിക്കാനും സ്പോർട്സ് പരമായിട്ടാണെങ്കിലും നല്ല വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കുട്ടിയാണ്. എല്ലാ നാട്ടുകാരുമായിട്ടൊക്കെ തന്നെ നല്ല അടുപ്പം ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ആയിരുന്നു ശ്രീദീപ്. അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും ഇവിടേക്ക് ഈ വിവരം പറഞ്ഞ് രാവിലെ തന്നെ ഒഴുകി അല്ലെങ്കിൽ ഓടി എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെ ഓരോ ബന്ധുക്കളിലും അതോടൊപ്പം തന്നെ നാട്ടുകാരിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഒരു പക്ഷേ ഇന്ന് ഒരു പൊതുദർശനം കഴിഞ്ഞ് ഒരു പക്ഷേ 4 മണിയോടുകൂടി മൃതദേഹം ഇവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ അതിൽ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. ഏതായാലും വലിയ വിഷമകരമായ സാഹചര്യം. രംഗബോധമില്ലാത്ത, അക്ഷയ നേരത്തെ പറഞ്ഞതുപോലെ രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ ഈ ഒരു സാഹചര്യത്തിൽ മരണമെത്തുന്നു എന്നുള്ളതാണ്.